ഹലോ, ഗുഡ് മോർണിംഗ് അർപ്പിത്. എല്ലാവരോടും ഒന്ന് ജോയിൻ ചെയ്യാൻ പറയൂ പെട്ടെന്ന്. ഹലോ. ഹലോ, ഗുഡ് സാർ മോർണിംഗ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ടായിരുന്നു ലാസ്റ്റ് 7 days? ഫുൾ മഴ. ഫുള്ള് മഴയാണ്. ഇവിടെയും ഫുള്ള് മഴയായിരുന്നു. അയ്യോ, പിന്നെ ഇപ്പൊ ഇടക്കിടക്ക് തണുപ്പ് പിടിച്ച് ഇടക്കിടക്ക് നല്ലോണം തലവേദന എടുത്ത് അങ്ങനെ ഇങ്ങനെ. യൂട്യൂബ് ചാനൽ എവിടം വരെയായി? അതിങ്ങനെ പോകുന്നുണ്ട്. അത് ഇങ്ങനെ ഓക്കെ, പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരോടും ചെറിയ കോൺസെപ്റ്റ് ഒക്കെ വെച്ച് നല്ല രീതിയിൽ ചാനൽ നോക്കുക. ആഹാ, അത് നോക്കണം പറഞ്ഞാല. അടുത്ത എപ്പിസോഡ് ഉണ്ടാക്കണം ഇനി. ഓക്കെ, then good morning all. തുളസി, തനുശ്രീ, അഭിഷേക്. CS202, ഗുഡ് മോർണിംഗ്. CS202 കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ എവിടം വരെ എത്തി നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ് തുളസി. Last class we were discussing about instruction flow and a single bus organization in a process. ഹലോ, അനീഷ് ആണ്. ഞാൻ ഇത് പറഞ്ഞോളൂ. അസൈൻമെന്റ് അയച്ചിട്ടുണ്ടായിരുന്നു കുറെ മുമ്പില്. അപ്പൊ അത് ഓക്കെ, അപ്ഡേറ്റ് ആയിട്ട് കണ്ടില്ല. അപ്ഡേറ്റ് ചെയ്യാം. കണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ഓക്കെ. സോ ഈ ഒരു ഡയഗ്രം ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സിംഗിൾ ബസ് ഓർഗനൈസേഷൻ. ഈ ഒരു ഡയഗ്രത്തിന് നിങ്ങൾ ഓർത്തിരിക്കുക, സിംഗിൾ ബസ് ഓർഗനൈസേഷൻ. ഓൺലി വൺ ബസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇന്റേണൽ പ്രൊസസർ ബസ്, പ്രോഗ്രാം കൗണ്ടർ, MAR, MDR. ദീസ് ഓൾ ആർ രജിസ്റ്റേഴ്സ്. ഇതൊക്കെ എവിടെയാണ്? ഡയറക്ട്ലി കണക്റ്റഡ് ടു അവർ ഇന്റേണൽ ബസ്. ദെൻ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ എങ്ങനെ ടേക്ക് പ്ലേസ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇതായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഡയഗ്രം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? അന്ന് മനസ്സിലായിരുന്നോ ഇത്? അഭിഷേക്, കമന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? എനിവൺ? നോ പ്രോബ്ലംസ്. ഓക്കെ, ഇത് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക് നോക്കാം. ഈ ഡയഗ്രത്തിൽ ഇൻഡിവിജ്വൽ കോമ്പണൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. വേണം ഒന്നുകൂടി പറയാം. ഹിയർ വി ഹാവ് പ്രോഗ്രാം കൗണ്ടർ. നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവും. ദെൻ വി ഹാവ് MAR ആൻഡ് MDR, മെമ്മറി അഡ്രസ് രജിസ്റ്റർ ആൻഡ് മെമ്മറി ഡാറ്റ രജിസ്റ്റർ. മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ എന്തുണ്ടാവും? അഭിഷേക് ഒന്ന് പറഞ്ഞു നോക്കിയേ. മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ഓക്കെ, എക്സ്റ്റേണൽ മെമ്മറി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം ഏത് അഡ്രസ്സിൽ നിന്നാണ് ഡാറ്റ ടേക്ക് ചെയ്യേണ്ടത്? ദാറ്റ് അഡ്രസ് ഈസ് പ്ലേസ്ഡ് ഇൻ MAR. Then content from the memory is placed in MDR, memory data register. Then we have 3 temporary registers. Y is there, point ചെയ്യാം. Then Z is there, temp is there. ഇൻഡിവിജ്വലി നമ്മളൊരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പം ഇന്റർമീഡിയറ്റ് റിസൾട്ട് പ്ലേസ് ചെയ്യുന്നത് ഈ ടെമ്പററി രജിസ്റ്റേഴ്സിലാണ്. ദെൻ സെറ്റ് ഓഫ് R0 to Rn-1 സെറ്റ് ഓഫ് സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്, ഡയറക്ട്ലി കണക്റ്റഡ് ടു അവർ ഇന്റേണൽ ബസ്. ദെൻ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പം, ഇഫ് ഇറ്റ് ഈസ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻ ആണെങ്കിലും, ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് ALU ആണ്. ഓപ്പറൻസ് എങ്ങോട്ട് ഫെഡ് ചെയ്യും? ALU-ലേക്ക് ഫെഡ് ചെയ്യും. ALU-ന് 2 ഇൻപുട്ട് ഉണ്ട്, എയും ബിയും ആണ് ഇൻപുട്ട്. റിസൾട്ട് ത്രൂ സെഡ് രജിസ്റ്റർ. റിസൾട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇന്റർമീഡിയറ്റ് രജിസ്റ്ററിൽ അത് പ്ലേസ് ചെയ്യും. ദെൻ അതെന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ, രജിസ്റ്റർ ആണെങ്കിൽ രജിസ്റ്റർ, അല്ലെങ്കിൽ മെമ്മറിയിലേക്കാണെങ്കിൽ ത്രൂ ഇന്റേണൽ പ്രൊസസർ ബസ് വഴി അത് പാസ് ചെയ്യും. ദിസ് ഈസ് എ സിംഗിൾ ബസ് ഓർഗനൈസേഷൻ. ഇവിടെ നിങ്ങൾക്ക് ഒരു ബസ്സേ കാണാൻ പറ്റുള്ളൂ.
നെക്സ്റ്റ് ഒരു ഡയഗ്രാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് 2 ബസ്സസ് ഉണ്ട്, മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ നമ്മൾ പഠിക്കും. ഇപ്പൊ ഈ ഒരു ഡയഗ്രാം ജസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഒരു എക്സാമ്പിളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അത് ക്ലിയർ ആവും. നമുക്ക് എക്സാമ്പിളിലേക്ക് പോവാം. ഓക്കെ, ഇനി ഒരു സൈഡ് ഹെഡിങ് എഴുതുക, ഹൗ രജിസ്റ്റർ ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ് എന്ന് എഴുതുക. ഹൗ രജിസ്റ്റർ ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ്, ഹൗ രജിസ്റ്റർ ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ് എന്ന് എഴുതുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഒരു ഡയഗ്രാം നിങ്ങൾ നോക്കുക, ഒരു ഡയഗ്രാം നോക്കുക. ഈ രജിസ്റ്ററിനെ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഒരു രജിസ്റ്റർ ഡയഗ്രാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. ഹിയർ വി ഹാവ് എ രജിസ്റ്റർ RI having 2 signals RI in and RI out. RI എന്ന് പറയാൻ കാരണം I can be 1 or 2 or 3 any values ആവാം. We have many number of special purpose registers. ഒരു 8-9 സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റർ ഉണ്ടെന്ന് കരുതുക. സോ സപ്പോസ് ഇറ്റ് ഈസ് R1 ആണെങ്കിൽ R1 ഇന്നും ഉണ്ട്, R1 ഔട്ടും ഉണ്ട്. ക്ലിയർ അല്ലേ? ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ഇന്റേണൽ പ്രൊസസർ ബസ്. ഇന്റേണൽ പ്രൊസസർ ബസ്സിലൂടെയാണ് ഡാറ്റ ട്രാവൽ ചെയ്യുന്നതെന്ന് അറിയാം. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ഇന്റേണൽ പ്രൊസസർ ബസ്. അപ്പം ഇങ്ങനെ ഓർക്കുക, വെൻ RI in is set to 1 means when RI1 signal set to 1 എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ RI is open for സ്റ്റോറിങ് എ ഡാറ്റ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, RI in സെറ്റ് ആണെങ്കിൽ RI എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് ഒരു ഡാറ്റേനെ പ്ലേസ് ചെയ്യാം. വെൻ RI out is set to 1 which means കണ്ടന്റ് ഓഫ് RI നമുക്ക് എന്ത് ചെയ്യാം, ബസ്സിലേക്ക് പാസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അപ്പം ഓരോ രജിസ്റ്റേഴ്സിനും അസോസിയേറ്റ് ചെയ്തിട്ട് 2 സിഗ്നൽസ് ഉണ്ട്. RI in ജനറലി I can be 1 2 3 ഏത് രജിസ്റ്ററിന്റെ നമ്പർ. വെൻ R1 in is set to 1 R1ന് എന്ത് ചെയ്യാം, ഒരു ഡാറ്റ ഹോൾഡ് ചെയ്യാം. വെൻ R1 out is set to 1 which means R1ന് ആ ഡാറ്റനെ എടുത്ത് ബസ്സിലേക്ക് വെക്കാം. ബസ്സിലേക്ക് വെച്ചാൽ മാത്രമേ ആ ഡാറ്റ എങ്ങോട്ട് പോവുള്ളൂ, പ്രോസസറിലേക്കൊക്കെ പോവുള്ളൂ. ക്ലിയർ ആണോ ആദിത്യ? യെസ് സർ. ദെൻ അനുപമ, അർപ്പിത്, അരുന്ധത്? ഇല്ല സാർ, എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ഒന്നുമില്ല. നമ്മുടെ കയ്യിലൊരു ബസ് ഉണ്ട്, ബസ്സിലേക്ക് കൂടിയാണല്ലോ ഡാറ്റ പോകുന്നത്. ഓക്കെ, എല്ലാ രജിസ്റ്റേഴ്സും ബസ്സിൽ കണക്റ്റഡ് ആണ്. അപ്പൊ ഡെസ്റ്റിനേഷൻ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏത് രജിസ്റ്ററിലേക്കാണോ ഡാറ്റ പോകേണ്ടത് അതിന്റെ R1 in എന്ന് പറയുന്ന ഒരു സിഗ്നൽ. കാരണം എല്ലാ ഓപ്പറേഷനും മാനേജ് ചെയ്യുന്നത് ത്രൂ സിഗ്നൽസ് ആണല്ലോ. ലോഡ് ചെയ്യണേൽ ഇപ്പൊ റീഡ് ചെയ്യണേൽ റീഡ് എന്ന് പറഞ്ഞ സിഗ്നൽ പോകും, റൈറ്റ് ചെയ്യണേൽ റൈറ്റ് എന്ന് പറഞ്ഞൊരു സിഗ്നൽ പോകും. അപ്പം ഈ ഒരു രജിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിഗ്നൽ ഉണ്ടെങ്കിൽ ആ ഒരു സിഗ്നൽ ജനറേറ്റ് ആകുമ്പോഴേ ഈ ഒരു രജിസ്റ്ററിലേക്ക് ഡാറ്റ റീഡ് ചെയ്യുവോ അല്ലെങ്കിൽ ഈ ഒരു രജിസ്റ്ററിൽ നിന്ന് ഡാറ്റ പുറത്തേക്ക് വരുവോ ചെയ്യുള്ളൂ. അപ്പൊ ഇതിലേക്ക് ഡാറ്റ പോകണേല് R1 in എന്ന് പറയുന്ന സിഗ്നൽ ഇനേബിൾ ആയിരിക്കണം. അപ്പൊ അതിലേക്ക് ഡാറ്റ എത്തി. ഇനി ഇതിനൊരു ഡാറ്റ ബസ്സിലേക്ക് കൊടുക്കണേല് R1 out ഇനേബിൾ ആണെങ്കിലേ നമുക്ക് R1 എന്നുള്ളൊരു ഡാറ്റ നമുക്ക് കിട്ടുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇതിന്റെ അഡ്രസ്സും ഡാറ്റ അത് സെപ്പറേറ്റ് അല്ലേ? അതോ അല്ല, മെമ്മറിനെ സംബന്ധിച്ചിടത്തോളം അഡ്രസ്സും ഡാറ്റയേ ഉള്ളൂ. രജിസ്റ്ററിൽ ഡയറക്റ്റ് ആയിട്ട് ഓപ്പറന്റ് ഉണ്ടല്ലോ. ഇത് രജിസ്റ്റർ ആണ്. മെമ്മറിയിൽ പോയി തപ്പുമ്പോഴാണ് നമുക്ക് അഡ്രസ്സും ഡാറ്റയും വേണ്ടത്. ഓക്കെ, അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഡൗട്ട്സ് വരുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവുന്നുണ്ടാവും. ഇനി നിങ്ങൾ നോക്കുക, ഈ ഒരു ഡയഗ്രാം ഞാൻ കുറച്ചുകൂടി വലുതാക്കുന്നു, ആരും ലെഫ്റ്റ് ചെയ്യരുത്. ഈ ഒരു ഡയഗ്രാം കണ്ടോ, എല്ലാ രജിസ്റ്റേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു സിഗ്നൽ ഉണ്ടെന്നാണ് ഈ ഡയഗ്രാം മനസ്സിലാക്കുന്നത്. First we have a register RI having RI in and RI out. Then another register RJ in and RJ out. എല്ലാം ഉണ്ട്. ഇനി to move MOVE ഒരു ഫംഗ്ഷൻ ആണ് which moves data available in RI to RJ. MOVE എന്ന് പറയുന്നത് ഒരു മൂവ് ചെയ്യിക്കാനുള്ള ഒരു ഫംഗ്ഷൻ ആണ്. നമുക്ക് MOV ഉണ്ട്, MOVE ഉണ്ട്, ലോഡ്, ആഡ്, ഇങ്ങനെ കുറെ സംഭവം ഉണ്ട്. Here we have an instruction move, MOVE move instruction which moves content of RI to RJ. അപ്പൊ ഇത് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം? കണ്ടന്റ് ഓഫ് RI പുറത്തു പോണേല് RI out ഇനേബിൾ ആയിരിക്കണം.
അപ്പൊ നിങ്ങൾ നോക്കുക, RI out set to 1. അതേപോലെ തന്നെ RJ in set to 1 മീൻസ് കണ്ടന്റ് ഓഫ് RI മൂവ്സ് ടു എങ്ങോട്ട്, RJ യിലേക്ക് മൂവ് ചെയ്യുന്നു. ഇത്രയും കാര്യം ഈ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലായാൽ മതി. ക്ലിയർ ആണോ? ഹൃദുൽ, ജെറീഷ്, ലിഖിത്, ഓക്കെ. അപ്പൊ നമ്മൾ മൂവ് ഓപ്പറേഷൻ പറഞ്ഞ സ്ഥിതിക്ക് ഒരു നോട്ട് അവിടെ എഴുതി വെക്കുക. മൂവ് RI, RJ എന്ന് എഴുതാം. മൂവ് RI, RJ എന്ന് എഴുതുക. എന്നിട്ട് ഒരു നോട്ട് എഴുതുക. വെൻ RI out set to 1, when RI out set to 1, RJ in set to 1, RJ in set to 1, data move from RI to RJ. Data move from RI to RJ. ക്ലിയർ ആണ്? ഒരു കൺഫ്യൂഷൻ വേണ്ട. ഡാറ്റ മൂവ് ഫ്രം RI to RJ. ക്ലിയർ ആണ്? ദെൻ അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് ഇവിടെ വായിക്കാം. ഇനീഷ്യലി RI set to 1, data available on common bus are loaded into RI. ഡാറ്റ RIയിൽ വരണമെങ്കിൽ RI set to 1 ആയിരിക്കണം. Then RI out is set to 1, content of registers are placed on the bus. RIയിലെ കണ്ടന്റ് ബസ്സിൽ പ്ലേസ് ചെയ്താൽ ഇനി ആര് സെറ്റ് ആവണം? RJ in സെറ്റ് ആയാൽ എന്ത് ചെയ്യാൻ പറ്റും? RIന്റെ ഔട്ട് RJക്ക് എടുക്കാൻ പറ്റും. ആ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണ്. അവിടെ എഴുതുക ആഡ് R3, R1, R2 എന്ന് എഴുതുക. ആഡ് R3, R1, R2 എന്ന് എഴുതുക. ഒരാൾ ഇതൊന്ന് പറഞ്ഞു നോക്കിയേ, ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? റാസി ഒന്ന് പറഞ്ഞു നോക്കിയേ. റാസി, സിഷാജ് ഓൺലൈൻ ഉണ്ടോ? സേജൽ, സെവിൻ ഒന്ന് പറഞ്ഞു നോക്കിയേ. സെവിൻ. സർ ഇത് ആഡ് ചെയ്യണമെങ്കിൽ R1, R2 ഇത് 3 ആഡ് ചെയ്യണ്ടേ? കണ്ടന്റ് R3യിലാണ് ഉണ്ടാവുക. നമുക്ക് 2 ഓപ്പറൻസേ ഉണ്ടാവുള്ളൂ. റിസൾട്ട് വരുന്നത് R3യിലും R1ലെയും R2ലെയും കണ്ടന്റ് നമുക്ക് വേണം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ വർക്ക് ചെയ്യും. ഫസ്റ്റ് R1ന്റെ ഔട്ട് R1ലല്ലേ കണ്ടന്റ് ഉള്ളത്? ഓക്കെ, കറക്റ്റ്. R1ന്റെ ഔട്ട് ഇനേബിൾ ആയിരിക്കണം. ദെൻ പിന്നെ പറഞ്ഞാല് R2ന്റെ അതേപോലെ തന്നെ രണ്ടിന്റെയും പുറത്ത് വരണ്ടേ? രണ്ടും പുറത്തു വന്നു. പിന്നെ നമ്മൾ ഒന്നും ചെയ്യണ്ട. നമ്മൾ അഡീഷൻ പെർഫോം ആഡ് എന്ന് പറയുന്ന സിഗ്നൽ കൊടുത്തിട്ട് ALU ആഡ് പെർഫോം ചെയ്യാം. നമുക്കപ്പോ അപ്പം അത് കഴിഞ്ഞ് താഴെയുള്ള ഓക്കെ കറക്റ്റ് ആണ്. കണ്ടോ അത് ALU റിസൾട്ട് വന്നു. അപ്പം സെഡ് എന്ന് പറഞ്ഞ രജിസ്റ്ററിന്റെ ഇനേബിൾ ആണെങ്കിൽ ആ റിസൾട്ട് എങ്ങോട്ട് വന്നോളും? സെഡിലേക്ക് വന്നോളും. സെഡിന്റെ ഔട്ട് ഇനേബിൾ ആണെങ്കിൽ റിസൾട്ട് ബസ്സിൽ വരും. ഔട്ട് ഇനേബിൾ ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും രജിസ്റ്ററിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ സെവൻ, കറക്റ്റ് ആണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ഒരു ഡയഗ്രാം നിങ്ങൾ നോക്കുക. To perform addition, content of R1 add with the content of R2 and the result is placed in R3. ഇതാണ് നമ്മുടെ ഓപ്പറേഷൻ. And to perform addition operation ആരാണ് നമ്മുടെ കയ്യിലുള്ളത്? Here we have an ALU. ALUലേക്ക് 2 ഇൻപുട്ട് വരണം. കണ്ടന്റ് ഓഫ് R1 ഒരു ഇൻപുട്ട് ആയിട്ടും കണ്ടന്റ് ഓഫ് R2 അനദർ ഇൻപുട്ട് ആയിട്ടും ALUലേക്ക് വരും. Then ALU select addition operation. ALU can perform arithmetic and logic operation. Here ALU perform addition operation. So first we have to get input from R1 register. So R1 out is fed into register Y in.
കണ്ടോ, R1ന്റെ ഔട്ട് ഇങ്ങനെ വന്നു, ദെൻ ഫെഡ് ഇൻറ്റു വൈ ഇൻ എന്ന് പറയുന്ന ഒരു രജിസ്റ്ററിലേക്ക് അത് ഫെഡ് ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ R2 ഔട്ട് സെലക്ട് വൈ ആഡ്. R2 ഔട്ട് എന്ന് പറയുന്നത് കണ്ടോ, R2 ഔട്ട് വന്നു, ബസ്സിലാണ്, അതിങ്ങനെ വന്നു. R2 ഔട്ടിനെയും സെലക്ട് ചെയ്യണം, വൈയിലെയും കൂടി സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, വി ആർ പെർഫോമിങ് അഡിഷൻ ഓപ്പറേഷൻ. ദെൻ സെലക്ട് വൈ എന്ന് പറയുന്നത് അതൊരു സിഗ്നൽ ആണ്. ആ സിഗ്നൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ വൈയിൽ വന്ന കണ്ടന്റിനെ, അവിടെ വൈ ഔട്ട് എന്ന് പറയുന്നില്ല കേട്ടോ, അത് ഓർത്തിരിക്കുക, വൈ ഔട്ട് എന്ന് പറയുന്നില്ല, പകരം എന്ത് ചെയ്യുന്നു, അതൊരു മൾട്ടിപ്ലക്സറിലേക്കാണ് കണക്ഷൻ പോയിട്ടുള്ളത്. മൾട്ടിപ്ലക്സറിനെ ആ വൈന്ന് വരുന്ന ഇൻപുട്ടിനെ എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, R1ലെ കണ്ടന്റ് ത്രൂ വൈ അവൈലബിൾ ആണ്. സോ മൾട്ടിപ്ലക്സർ ടേക്കിംഗ് ഇൻപുട്ട് ഫ്രം രജിസ്റ്റർ വൈ, ദാറ്റ് വി ആർ സേയിങ് സെലക്ട് വൈ ആൻഡ് പെർഫോമിംഗ് അഡിഷൻ ഓപ്പറേഷൻ. ഇപ്പൊ നമുക്ക് ആര് കിട്ടിയിട്ടുണ്ട്, R1 പ്ലസ് R2 കിട്ടിയിട്ടുണ്ട്. ദ റിസൾട്ട് ഈസ് ഗോസ് ടു രജിസ്റ്റർ സെഡ് ഇൻ. വെൻ സെഡ് ഇൻ ഈസ് അവൈലബിൾ, സോറി ഇനേബിൾ, റിസൾട്ട് ഗോസ് ടു സെഡ്. ഇനി നോക്കുക, സെഡ് ഔട്ട് ഇനേബിളും R3 ഇൻ, സെഡ് ഔട്ട് ഇനേബിൾ ആണ്, അതുപോലെ R3 ഇന്നും ഇനേബിൾ ആണെങ്കിൽ റിസൾട്ട് എങ്ങോട്ട് പോകും, R3യിലേക്ക് പോകും. ഇത്രയേ ഉള്ളൂ. ഇത് ക്ലിയർ ആണോ? സങ്കീർത്തന, ദെൻ 7 ശേഷമുള്ള ആള് ഷബിൻ, തനുശ്രീ, ക്ലിയർ ആണോ? എഴുതാ R3, R1, R2 അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതാ. R1 ഔട്ട്, വൈ ഇൻ. ഞാൻ ബിഗ് സ്ക്രീനിൽ ഇടാം, നിങ്ങൾ അതുപോലെ തന്നെ സ്റ്റെപ്പ് ആയിട്ട് എഴുതി വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്, ആരും ലീവ് ചെയ്യരുത്. R1 ഔട്ട്, വൈ ഇൻ. ദെൻ സെക്കൻഡ് ഓപ്പറന്റ് R2 ഔട്ട്, ഡാറ്റ അവൈലബിൾ ഇൻ വൈ. We are selecting select y, add, performing addition, and result is goes to register set in. Add, set in. Then set out എങ്ങോട്ട് പോകുന്നു, R3 in enable ആണെങ്കിൽ R3യിലേക്ക് പോകുന്നു. set out, R3 in. വൈഷ്ണ പ്രദീപ് ഒന്ന് പറഞ്ഞേ, ഇത് വൈഷ്ണയുടെ ഒന്നും റെസ്പോൺസ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. വൈഷ്ണ, മൈക്ക് ഇനേബിൾ ചെയ്യാ, പറയാം. വൈഷ്ണ, യാദവ്, വൈഷ്ണ ഉറങ്ങുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഒരു മെസ്സേജ് വിട്ടേ. ദെൻ യാദവ്, തുളസി, ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഹൗ ടു പെർഫോം മെമ്മറി ഓപ്പറേഷൻ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹൗ ടു പെർഫോം മെമ്മറി ഓപ്പറേഷൻ. ഒരു ഹൈഫൺ എഴുതുക, ഫെച്ചിങ് എ വേർഡ് ഫ്രം മെമ്മറി. ഫെച്ചിങ് എ വേർഡ് ഫ്രം മെമ്മറി. ഫെച്ചിങ് എ വേർഡ് ഫ്രം മെമ്മറി. ഓക്കെ, ഈ ഒരു ഡയഗ്രാം റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്കറിയാം, സിസ്റ്റം ബസ്സും ഉണ്ട്. സിസ്റ്റം ബസ് ഈസ് റെപ്രസെന്റഡ് ബൈ ഇന്റേണൽ പ്രോസസർ ബസ്. ഞാൻ ബിഗ് സ്ക്രീൻ ആക്കാം. സിസ്റ്റം ബസ് ഈസ് റെപ്രസെന്റഡ് ബൈ ഇന്റേണൽ പ്രോസസർ ബസ്. ദെൻ എക്സ്റ്റേണൽ ബസ് ആണ് മെമ്മറി ബസ്. ഓക്കെ, ദെൻ അഡ്രസ് പാസ് ചെയ്യാൻ വേണ്ടി നേരത്തെ അർപ്പിത് പറഞ്ഞതുപോലെ അഡ്രസ് പാസ് ചെയ്യാൻ വി ഹാവ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ദെൻ കണ്ടന്റ് ഫ്രം ദി മെമ്മറി ഈസ് പ്ലേസ്ഡ് ഇൻ ടു മെമ്മറി ഡാറ്റ രജിസ്റ്റർ. ഇനി മെമ്മറി ഡാറ്റ രജിസ്റ്ററിൽ എടുത്ത കണ്ടന്റ് ത്രൂ
ഇന്റേണൽ പ്രോസസർ ബസ് വഴി വന്നിട്ടാണ് എവിടെ വരിക? പ്രോസസറിലേക്ക് വരിക. ഒന്നുകൂടി പറയാം. മെമ്മറി ഡാറ്റ ബസ് എന്ന് വന്ന കണ്ടന്റ്, മെമ്മറി എന്ന് വന്ന കണ്ടന്റ് ത്രൂ മെമ്മറി ഡാറ്റ ബസ് വരും, MDR-ലെത്തും. ദെൻ MDR-ൽ നിന്നാണ് അത് എങ്ങോട്ട് വരുന്നത്? ത്രൂ ഇന്റേണൽ പ്രോസസർ ബസ് വഴി പ്രോസസറിലേക്ക് വരുന്നത്. സോ MDR ഹാവിംഗ് കണക്ഷൻ വിത്ത് മെമ്മറി ഡാറ്റ ബസ് ആൻഡ് ഇന്റേണൽ പ്രോസസർ ബസ്. ഡയഗ്രാം ക്ലിയർ ആണോ? മെമ്മറി ഡാറ്റ രജിസ്റ്റർ ഹാവ് കണക്ഷൻ വിത്ത് മെമ്മറി ബസ് ആൻഡ് ഇന്റേണൽ പ്രോസസർ ബസ്. ഒരു 2 റെസ്പോൺസ് വേണം എനിക്ക്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നോക്കുക, നമ്മളത് ബിഗ് സ്ക്രീനിലേക്ക് പോവാം. നമ്മളത് റെപ്രസെന്റ് ചെയ്യുന്നു. MDR ഔട്ട് എക്സ്റ്റേണൽ, അതായത് എക്സ്റ്റേണൽ പ്രോസസർ ബസ്സിലേക്കുള്ള അതിന്റെ കണക്ഷൻ MDR ഔട്ട് എക്സ്റ്റേണൽ. ദെൻ കണക്ഷൻ വിത്ത് എക്സ്റ്റേണൽ ബസ്, അതായത് മെമ്മറി ബസ്സുമായിട്ടുള്ള കണക്ഷൻ MDR ഇൻ എക്സ്റ്റേണൽ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവണം, മെമ്മറിന്ന് ഡാറ്റ മെമ്മറി ഡാറ്റ രജിസ്റ്ററിലേക്ക് വരണമെങ്കിൽ എന്താവണം? MDR ഇൻ എക്സ്റ്റേണൽ ഇനേബിൾ ആണെങ്കിൽ മെമ്മറിന്ന് ഡാറ്റ എവിടെ എത്തി? MDR-ലെത്തി. ഇനി MDR-ലെ ഡാറ്റ സിസ്റ്റം ബസ്സിലേക്ക് വരണമെങ്കിൽ അല്ലെങ്കിൽ ഇന്റേണൽ പ്രോസസർ ബസ്സിലേക്ക് വരണമെങ്കിൽ MDR ഔട്ട് ഇനേബിൾ ആണെങ്കിൽ മാത്രമേ സിസ്റ്റം ബസ്സിലേക്ക് വരുള്ളൂ. അതേപോലെ തന്നെ സിസ്റ്റം ബസ്സിലുള്ള ഒരു ഡാറ്റ മെമ്മറി ഡാറ്റ രജിസ്റ്ററിൽ എത്തിയിട്ടാണ് മെമ്മറിയിലേക്ക് പോകുന്നത്. സോ വെൻ MDR ഇൻ ഈസ് ഇനേബിൾ, data from internal process bus placed to MDR, and when MDR out to external is enabled, data from MDR placed to external bus. ഈ ഒരു ഡയഗ്രത്തിൽ ഇത് മനസ്സിലാക്കണം. ഇത്രയും കാര്യം ക്ലിയർ ആണോ? അഭിനവ് ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എഴുതാൻ പോകേണ്ടത് എഴുതാം. പെർഫോമിംഗ് റീഡ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഫെച്ച് ഓപ്പറേഷൻ. പെർഫോമിംഗ് റീഡ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഫെച്ച് ഓപ്പറേഷൻ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നാണ് എഴുതേണ്ടത്. എഴുതാം. പെർഫോമിംഗ് റീഡ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഫെച്ച് ഓപ്പറേഷൻ എന്ന് എഴുതാം. ഓക്കെ. എന്നിട്ട് എഴുതാം. An instruction move your instruction move content of R1, അതായത് ബ്രാക്കറ്റിൽ R1, R2. move content of R1, R2. move content of R1, R2. അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് കണ്ടന്റ് ഓഫ് R1 എന്ന് പറയുന്നത് എന്താണ്? ഒരു മെമ്മറി അഡ്രസ് ആണ്. ആ മെമ്മറി അഡ്രസ്സിലെ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം? മെമ്മറി പോയിട്ട് എടുത്തിട്ട് R2 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് പ്ലേസ് ചെയ്യണം. ഞാനൊരു ചെറിയ റെപ്രസെന്റേഷൻ കാണിക്കാം, അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. Here we have an instruction move content of R1 to R2. R1 is a register. Suppose R1-ലെ കണ്ടന്റ് ഒരു 1000 ആണെന്ന് കരുതാം. അപ്പൊ 1000 ലൊക്കേഷൻ, വി ഹാവ് എ മെമ്മറിയിൽ 1000 ലൊക്കേഷൻ, 1000ാമത്തെ ലൊക്കേഷനിൽ ഒരു വാല്യൂ ഉണ്ട്. സപ്പോസ് അത് 5 ആണെന്ന് കരുതാം. ഇതിനെ എടുത്തിട്ട് എങ്ങോട്ട് പ്ലേസ് ചെയ്യണം എന്നാണ് പറയുന്നത്? വി ഹാവ് ടു പ്ലേസ് ദിസ് ഡാറ്റ എങ്ങോട്ട്? R2-ലേക്ക് പ്ലേസ് ചെയ്യണം. ഇതാണേ നമ്മൾ പറയുന്നത്. ശരിയല്ലേ? അപ്പം ഇത് പറയണേല് ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്ന വെച്ചാല് നോക്കുക. കണ്ടന്റ് ഓഫ് R1 ഇറ്റ് ഈസ് 1000. അത് എങ്ങോട്ട് പ്ലേസ് ചെയ്യണം? നമ്മുടെ മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക് ആ 1000 എന്ന് പറഞ്ഞ ആളെ പ്ലേസ് ചെയ്ത് കൊടുക്കണം. ശരിയല്ലേ? ഇനി 1000-ലെ ഡാറ്റനെ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങോട്ട് പ്ലേസ് ചെയ്യണം? MDR-ലേക്ക് പ്ലേസ് ചെയ്യണം. ശരിയല്ലേ? MAR-ന്ന് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഡാറ്റ എങ്ങോട്ട് വരും? ഡാറ്റ MDR എന്ന് പറയുന്ന സംഭവത്തിലേക്ക് വരും. ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല. ആ ഡാറ്റനെ R2-ലേക്ക് മൂവ് ചെയ്യാം. അതിനെ പ്ലേസ് ചെയ്യണം. പ്ലേസ് ഡാറ്റ ടു R2-ലേക്ക് പ്ലേസ് ചെയ്യണം. ഈ ഓപ്പറേഷൻസ് ആണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്കറിയാം, ടു പെർഫോം എ മെമ്മറി ഓപ്പറേഷൻ പെർഫോം ചെയ്യണതിൽ
എന്തായാലും നമ്മൾ ഇതിപ്പം എന്താണ് റീഡ് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. വി ആർ റീഡിങ് എ ഡാറ്റ ഫ്രം മെമ്മറി. അപ്പം റീഡ് ആണെന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്തായാലും ഒരു റീഡ് സിഗ്നൽ കൊടുക്കേണ്ടി വരും. നമ്മൾ പറഞ്ഞു ഇൻ അസോസിയേഷൻ വിത്ത് മെമ്മറി വി ഹാവ് ടു ഓപ്പറേഷൻ റീഡ് ആൻഡ് റൈറ്റ്. ടു പെർഫോം എ റീഡ് ഓപ്പറേഷൻ വി ആർ പ്ലേസിംഗ് റീഡ് സിഗ്നൽ. ടു പെർഫോം റൈറ്റ് നമ്മൾ റൈറ്റ് സിഗ്നൽ കൊടുക്കും. അപ്പൊ ഇതൊരു റീഡ് ഓപ്പറേഷൻ ആയതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ റീഡ് സിഗ്നൽ പ്ലേസ് ചെയ്യണം. ദെൻ എ ടാസ്ക് അസോസിയേറ്റഡ് വിത്ത് മെമ്മറി. എന്തായാലും മെമ്മറി പോയി തിരിച്ചു വരാൻ ഒരു ടൈം എടുക്കും. അപ്പം മെമ്മറി ഫങ്ഷൻ കംപ്ലീറ്റ്, അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. മെമ്മറി ഫങ്ഷൻ കംപ്ലീറ്റ്, മെമ്മറി ഫങ്ഷൻ കംപ്ലീറ്റ്, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. വി ഹാവ് ടു പ്ലേസ് റീഡ് സിഗ്നൽ. മെമ്മറി ഫങ്ഷൻ കംപ്ലീറ്റ് ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിയും വരും. എന്നാൽ മാത്രമേ നമുക്കൊരു ഡാറ്റ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? ശ്രദ്ധിച്ചവർക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. അഭിഷേക്, സോ വി ആർ പെർഫോമിംഗ് എ റീഡ് ഓപ്പറേഷൻ ഫ്രം ദി മെമ്മറി. നമുക്ക് നോക്കാം. R1 out, which means content of R1. It is an address we are placed into memory address register in. Then we are performing read operation. ആ മെമ്മറിയിലെ ഡാറ്റനെ നമ്മൾ റീഡ് ചെയ്യുന്നു. റീഡ് ചെയ്താൽ എങ്ങനെയായിരിക്കണം? റീഡ് ചെയ്ത ബസ് എന്ന് വരുന്ന ഡാറ്റ വെൻ MDR in external is enabled, അതെങ്ങോട്ട് വന്നിട്ടുണ്ടാവും? MDR ഇന്നിലേക്ക് വരും. ആ സമയം നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് ഫോർ മെമ്മറി ഫംഗ്ഷൻ ടു കംപ്ലീറ്റ്. WMFC, വെയിറ്റ് ഫോർ മെമ്മറി ഫംഗ്ഷൻസ് ടു കംപ്ലീറ്റ്. Then now data is available in MDR. അപ്പം MDR ഔട്ടിൽ വരുന്ന ഡാറ്റ എവിടെ പോകണം? R2ന്റെ ഇന്നിലേക്ക് പോകണം. Thereby we are finishing a read operation from the memory. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഒരു തവണയും കൂടി പറയും. ക്ലിയർ അല്ലാത്ത ആളൊന്ന് പറഞ്ഞേ. അഭിഷേക്, ദെൻ അനൈന, അഞ്ജിത, രഞ്ജിത്ത്, അനുപമ, ആരോമൽ. ക്ലിയർ ആണോ? റെപ്രസെന്റേഷൻ ക്ലിയർ ആയിരിക്കും, ഇത് വെരി ക്ലിയർ ആയിരിക്കും. അനുപമ റെസ്പോണ്ട് ചെയ്. ക്ലിയർ അല്ലേ? ആരോമൽ, ആരോമൽ ഞാൻ ഒരു തവണയും കൂടി പറയട്ടെ. ആരോമലെ, അരുന്ധത ഒന്നുകൂടി പറയട്ടെ. ഓക്കെ, വേണ്ട. താങ്ക് യു. അപ്പൊ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഡയഗ്രാം ഒന്നുകൂടി വലുതാക്കാം. We have R1 register having content, it's an address placed into memory address register in. We are performing read operation. Then after performing read, data available in MDR. എപ്പോഴാണ് MDR in enable ആവുമ്പോൾ data comes to MDR. We are waiting for the function to complete. അത് ടാസ്ക് വന്ന് അത് വെയിറ്റ് ചെയ്തു നമ്മൾ. when MDR out, MDR ഔട്ട് വന്നു കഴിഞ്ഞാൽ അത് എങ്ങോട്ട് വരും? R2ന്റെ ഇന്നിലേക്ക് വരും. അതാണ് റീഡ് ഓപ്പറേഷൻ. കഴിഞ്ഞു. വെറുപ്പിക്കുന്നില്ല, കഴിഞ്ഞു. Then next, storing a word in memory. Storing a word in memory. Write operation എന്ന് എഴുതുക. Write operation. ആരോമൽ ആൻഡ് അർപ്പിത് എഴുതിയോ? അർപ്പിത്, റൈറ്റ് ഓപ്പറേഷൻ. അശ്വിൻ, ഓക്കെ. അർപ്പിത്, വി ആർ പെർഫോമിംഗ് റൈറ്റ് ഓപ്പറേഷൻ. സെയിം കാര്യം തന്നെ. നമ്മുടെ കയ്യിൽ ഇനി എന്തുണ്ട്? ഇൻസ്ട്രക്ഷൻ ഒന്ന് മാറിയിട്ടുണ്ട്. റൈറ്റ് നമ്മൾ പെർഫോം ചെയ്യാൻ പോകും. മൂവ്, സപ്പോസ് R2ലെ കണ്ടന്റ് R1 എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലേക്ക് പ്ലേസ് ചെയ്യണം. ഇതാണ് റൈറ്റ് ഓപ്പറേഷൻ. R2 എന്ന് പറയുന്ന സംഭവം R1ലെ കണ്ടന്റിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ഹിയർ R1 ഈസ് എ രജിസ്റ്റർ. R1ന് മെമ്മറി ഉണ്ട്. R1 മെമ്മറി 1000 ആണെന്ന് കരുതുക. 1000ത്തിലേക്ക് R2ല് 5 ആണെന്ന് കരുതുക. ഈ 5നെ നമ്മൾ എന്ത് ചെയ്യണം? പ്ലേസ് ചെയ്യണം. ഇപ്പൊ മെമ്മറിയിൽ ആരില്ല? 5 ഇല്ല. ഇതാണ് നമ്മുടെ കാര്യം. നോക്കുക. ഹിയർ വി ഹാവ് എ രജിസ്റ്റർ R2 വിത്ത് കണ്ടന്റ് 5. ഈ 5നെ നമ്മൾ എന്ത് ചെയ്യണം? R1 എന്ന് പറയുന്ന രജിസ്റ്ററിലെ കണ്ടന്റിൽ പ്ലേസ് ചെയ്യണം. R1ല് ഒരു കണ്ടന്റ് ഉണ്ട്, 1000 ആണെന്ന് കരുതുക. അപ്പൊ 1000 എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക് ഈ 5നെ പ്ലേസ് ചെയ്യാം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ,
നമ്മൾ എങ്ങനെ ചെയ്യുന്നു നോക്കാം. R1 അപ്പം ഡാറ്റ പ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഏത് അഡ്രസ്സിലേക്കാണോ പ്ലേസ് ചെയ്യേണ്ടത് ആ അഡ്രസ്സ് മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക് പറഞ്ഞു കൊടുക്കണം. സോ R1ലാണ് അഡ്രസ് ഉള്ളത്. R1 ഔട്ട് നിങ്ങൾ പോയിന്റ്സ് എഴുതുക. R1 ഔട്ട് MAR in. R1 ഔട്ട് MAR in which means R1ലാണ് മെമ്മറി ഉള്ളത്, അഡ്രസ് ഉള്ളത്. അത് നമ്മൾ എവിടെ പ്ലേസ് ചെയ്ത് കൊടുത്തു? പ്ലേസിംഗ് ഇൻ ടു മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ദെൻ R2ലെ കണ്ടന്റ് ആണ് ആ മെമ്മറി ലൊക്കേഷനിലേക്ക് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പൊ കണ്ടന്റ് ആർക്ക് കൊടുക്കണം? മെമ്മറി ഡാറ്റ രജിസ്റ്ററിന് കൊടുക്കണം. അഡ്രസ് MAR-ലും കൊടുക്കണം, ഡാറ്റ MDR-ലും കൊടുക്കണം. സോ R2 ഔട്ട് എവിടെ വെച്ചു കൊടുത്തു? MDR ഇന്നിലേക്ക് വെച്ചു കൊടുത്തു. ദെൻ വി ആർ പെർഫോമിംഗ് റൈറ്റ്. അതുകൊണ്ട് റൈറ്റ് സിഗ്നൽ പ്രൊവൈഡ് ചെയ്തു. റൈറ്റ് ചെയ്താൽ മാത്രം പോരാ, MDR ഔട്ട് എക്സ്റ്റേണൽ, അത് മെമ്മറിയിലേക്ക് പോകണേൽ MDR ഔട്ട് എക്സ്റ്റേണൽ ഇനേബിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് മെമ്മറി ബസ്സിലേക്ക് പോകുള്ളൂ. MDR ഔട്ട് ഇനേബിൾ ചെയ്തും കൊടുത്തു. മെമ്മറി ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ വെയിറ്റും ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ എങ്ങോട്ട് റൈറ്റ് ആയി? മെമ്മറിയിലേക്ക് റൈറ്റ് ആയി. ഡാറ്റ മെമ്മറിയിലേക്ക് റൈറ്റ് ആയി. ക്ലിയർ ആണോ? സാറേ എന്തോ R1 ഇന്നു വേണ്ട. അപ്പൊ ആടാ അവസാനം ഇല്ലടാ, നമ്മൾ ചെയ്യുന്നത് R1 എന്ന് പറയുന്ന ലൊക്കേഷൻ, R1 എന്ന് പറയുന്ന മെമ്മറിയിലുള്ള റെപ്രസെന്റേഷൻ നോക്കുക. R1 എന്ന് പറയുന്ന മെമ്മറിയിലാണ് ആരുള്ളത്? 1000 എന്ന് പറയുന്ന ലൊക്കേഷൻ ഉള്ളത്. ഓക്കെ, ഈ 1000 എന്ന് പറയുന്ന ലൊക്കേഷൻ, ഇത് ബ്രാക്കറ്റിൽ ഇടുമ്പോൾ നോക്കൂ, അത് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ്. 1000 എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യണം. അപ്പം ആ 1000ലെ ആ ലൊക്കേഷൻ നമ്മൾ എവിടേക്ക് പറഞ്ഞു കൊടുത്തു? MAR ഇന്നിലേക്ക് പറഞ്ഞു കൊടുത്തു. R1 ഔട്ട് നോക്കുക, R1ലെ കണ്ടന്റ് R1 ഔട്ട്, R1ൽ ആരാ ഉള്ളത്? 1000. അത് നമ്മൾ എങ്ങോട്ട് കൊടുത്തു? MAR ഇന്നിലേക്ക് കൊടുത്തു. ക്ലിയർ ആക്കാൻ ഒന്ന് വരച്ചുതരാം. ഇതിങ്ങനെ ആലോചിക്കുക. ദിസ് ഈസ് അവർ രജിസ്റ്റർ R1. ഇവിടെയാണ് ആരുള്ളത്? 1000 ഉള്ളത്. ഇതാണ് നമ്മുടെ രജിസ്റ്റർ MAR. So when R1 ഔട്ട്, R1ന്റെ ഔട്ട് ഇനേബിൾ ആയി കഴിഞ്ഞാൽ ആരെത്തി? 1000 എങ്ങോട്ട് വന്നു? MAR ഇന്നിലേക്ക് വന്നു. MAR ഇൻ ഇനേബിൾ ആയാൽ മതി. അപ്പൊ ഇവിടെ ആര് വന്നു? 1000 വന്നു. ക്ലിയർ അല്ലേ? അതാണ് ഇവിടെ ചെയ്തത്. R1 ഔട്ട് MAR ഇന്നിലെത്തി. ഇനി ഡാറ്റ എവിടെയുള്ളത്? R2ലാണ്. R2ലെ കണ്ടന്റ് ആണ് R1ലെ മെമ്മറിയിലേക്ക് പ്ലേസ് ചെയ്യേണ്ടത്. R2 ഔട്ട് MDR-ലെത്തി. റൈറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തു. ഇനി മെമ്മറിക്ക് ബസ്സുമായിട്ട് 2 കണക്ഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓർക്കുക, MDR ഔട്ട് എക്സ്റ്റേണൽ ഇനേബിൾ ആയാൽ മാത്രമേ അത് മെമ്മറിയിലേക്ക് പോവുള്ളൂ. അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞത്. MDR ഔട്ട് എക്സ്റ്റേണൽ ഇനേബിൾ ആയി, വെയിറ്റ് ഫോർ മെമ്മറി ഫംഗ്ഷൻ ടു കംപ്ലീറ്റ് എൻഡ്. ക്ലിയർ ആണോ? ഡൗട്ട് ചോദിച്ച ആളായിരുന്നു ഞാൻ കണ്ടില്ല. ക്ലിയർ ആയില്ലേ? ഓക്കെ, അതേഴ്സ് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഇപ്പൊ നമ്മൾ സ്റ്റോറിങ്ങും റീഡിങ്ങും പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ ആണോന്ന് പറഞ്ഞേ. ഫസ്ന അബ്ദുൽ ലത്തീഫ്, ഫാത്തിമ റംഷാദ, മുഹമ്മദ് നാസിഫ്, ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു. ഇനി അടുത്തത് എഴുതുക. എക്സിക്യൂഷൻ ഓഫ് എ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ. എക്സിക്യൂഷൻ ഓഫ് എ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ. എക്സിക്യൂഷൻ ഓഫ് എ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ. എന്നിട്ട് എഴുതുക ആഡ് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ R3, R1. ബ്രാക്കറ്റിന്റെ ഉള്ളിൽ R3, R1. എന്നിട്ട് എഴുതുക add the content of memory location pointed by R3 add the content of memory location pointed by R3 to register R1
to register R1 and store the result in R1 and store the result in R1 and store the result in R1. ഇനി പണ്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ചവർക്ക് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും, അത് നമുക്ക് ക്ലിയർ ആയിട്ട് പോവാം. നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടല്ലോ, ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനിൽ ജനറലി ആർക്കിടെക്ചറിൽ നമ്മൾ റിസ്ക് ആർക്കിടെക്ചറും സിസ്ക് ആർക്കിടെക്ചറും ഒക്കെ പഠിക്കുമ്പോൾ ആഡ് R1, R2 എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ നിങ്ങൾ അസംബ്ലി ലാംഗ്വേജിലൊക്കെ പോകുമ്പോൾ ആഡ് R1, R2 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ട് എങ്കിൽ കണ്ടന്റ് ഓഫ് R1 ആഡഡ് വിത്ത് കണ്ടന്റ് ഓഫ് R2, ദെൻ റിസൾട്ടും റൈറ്റ് ചെയ്യുന്നത് ഈ ഒരു രജിസ്റ്ററിൽ തന്നെ ആയിരിക്കും. R1ലേക്കായിരിക്കും, രജിസ്റ്ററിലേക്കായിരിക്കും റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ ഇപ്പം ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? നമ്മുടെ ഇപ്പോഴത്തെ ഇൻസ്ട്രക്ഷൻ ആഡ് കണ്ടന്റ് ഓഫ് R3യിലെ ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്, അതിലൊരു കണ്ടന്റ് ഉണ്ട്, ആഡഡ് വിത്ത് R1 ആണ്. ഈ ഒരു ഇൻസ്ട്രക്ഷനിൽ നമ്മൾ റിസൾട്ട് റൈറ്റ് ചെയ്യുന്നത് R1ലാണ്. അതൊന്ന് ഓർത്തിരിക്കുക. നേരത്തെ നമ്മൾ പഠിച്ചതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ റിസൾട്ട് റൈറ്റ് ചെയ്യുന്നത്. പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. ജനറലി അസംബ്ലി ലാംഗ്വേജും റിസ്ക് ഇൻസ്ട്രക്ഷൻസും ഒക്കെ നമ്മൾ ഇനി പഠിക്കുമ്പോൾ ആഡ് R1, R2 നമ്മൾ പറഞ്ഞാൽ കണ്ടന്റ് ഓഫ് R1 ആഡ് വിത്ത് കണ്ടന്റ് ഓഫ് R2, ദെൻ റിസൾട്ട് നമ്മൾ R1ലാണ് നോർമലി നമ്മൾ സ്റ്റോർ ചെയ്യാം. പക്ഷെ ഈ ഒരു എക്സാമ്പിളിൽ, ഈ ഒരു ആർക്കിടെക്ചർ എക്സാമ്പിളിൽ നമ്മൾ പറയുന്നത് R3 എന്ന് പറയുന്ന ഡാറ്റയും R1ഉം കൂടി ആഡ് ചെയ്തിട്ട് റിസൾട്ടും R1ൽ തന്നെ പ്ലേസ് ചെയ്യുന്ന രീതിയിലാണ് ഈ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. R3 എന്ന് പറയുന്നത് ഒരു മെമ്മറി ലൊക്കേഷൻ, സപ്പോസ് 1000നെ ഡിനോട്ട് ചെയ്യുന്നു. ആ 1000ൽ ഒരു കണ്ടന്റ് ഉണ്ടെന്ന് കരുതുക. ആ കണ്ടന്റ് ആഡഡ് വിത്ത് കണ്ടന്റ് ഓഫ് R1, ദെൻ റിസൾട്ട് എങ്ങോട്ട് പ്ലേസ് ചെയ്യുന്നു? R1ലേക്ക് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ദെൻ ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഈ ഒരു ഇൻസ്ട്രക്ഷനെ മെമ്മറിന്ന് ടേക്ക് ചെയ്യണം. അതിനെ നമ്മൾ പറയുന്നു ഇൻസ്ട്രക്ഷൻ ഫെച്ച് എന്ന് പറയുന്നു. ആഡ് R3, R1 പെർഫോം ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇൻസ്ട്രക്ഷനെ മെമ്മറിന്ന് ഫെച്ച് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? R1 എന്ന് പറയുന്ന ഓപ്പറൻഡിനെ എടുക്കണം, മെമ്മറിയിൽ പോയിട്ട് R3 എന്ന് പറയുന്ന ഓപ്പറൻഡിനെ എടുക്കണം, നമ്മൾ അഡിഷൻ പെർഫോം ചെയ്യണം, ദെൻ റിസൾട്ടിനെ നമ്മൾ R1ലേക്ക് ലോഡ് ചെയ്യണം. ഈ ഒരു സ്റ്റെപ്സ് നമുക്ക് എഴുതി വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് വൺ എഴുതാം. To perform an instruction execution, to perform an instruction execution, first step, fetch the instruction from the memory. Fetch the instruction from the memory. Second one, fetch the first operand. Fetch the first operand, comment എഴുതാ. Content of memory location pointed by R3. Content of memory location pointed by R3. Then third step എഴുതാ. Perform addition. Perform addition. Fourth step എഴുതാ. Load the result into R1. Load the result into R1. Load the result into R1. ഞാൻ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആഡ് R3, R1 ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ടാവുമെന്ന് ജസ്റ്റ് പെൻസിൽ കൊണ്ടൊന്ന് എഴുതി വെക്കുക. നാളെ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ടു പെർഫോം ആഡ് R3, R1ന് എന്തൊക്കെ സ്റ്റെപ്പ് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വെച്ചിട്ട് സ്റ്റെപ്സ് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ബാക്കി നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ സർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വന്ന